ഹലോ, ലാസ്റ്റ് വീക്കെൻഡ് ബോധീസ് സലൂണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം കണ്ണൂരിൽ ബോധീസിന് കുറേയധികം ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ പോയത് താവക്കര പുതിയ ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടുള്ള ബോധീസ് സലൂണിലാണ്. അപ്പോൾ ഇവിടെ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം വളരെയധികം സ്പേഷ്യസ് ആണ്, ക്ലീൻ ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവുക, അതാണല്ലോ മെയിൻ. അപ്പോൾ അത് എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒട്ടും കൺജഷൻ അവിടെ ഫീൽ ചെയ്തില്ല. ലേഡീസിനും ജെൻസിനും വേണ്ടി ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നോസ് പിയേഴ്സിങ്ങും ഇയർ പിയേഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള സെക്ഷനും അവിടെയുണ്ട്. അപ്പോൾ ഞാൻ പോയത് ഹെയർ സ്പാ ആൻഡ് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രൊഫഷണൽ വന്നിട്ട് എനിക്ക് ഏത് രീതിയിലുള്ള ഹെയർ സ്പാ ആണ് നല്ലത് എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റിനെ എന്നെ പരിചയപ്പെടുത്തി, അതാണ് ഡാവിൻസ് പ്രോഡക്റ്റ്. അപ്പോൾ ഒരു പുതിയ കാര്യം അറിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമല്ലോ. അപ്പോൾ ഡാവിൻസിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് ഇതൊരു ഇറ്റാലിയൻ പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഒട്ടും കെമിക്കൽ അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ 90% ഓർഗാനിക്, വെറും 10% മാത്രമേ കെമിക്കലുള്ളൂ. ഇപ്പോൾ ഞാൻ പെഡിക്യൂറൊക്കെ ചെയ്ത് ഭയങ്കര ഒരു ഗുഡ് ഫീല് തോന്നി. ഞാനിവിടെ ഐസ്ക്രീം പെഡിക്യൂറാണ് ചെയ്തത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരെനിക്ക് അവർ സർവീസ് ചെയ്തു തന്നത്. അപ്പോൾ ഹെയർ സ്പാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഡാവിൻസ് പ്രോഡക്റ്റിൽ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഹെയർ ഫോളിന് വേണ്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഡാവിൻസിലുണ്ട്. അതുപോലെ തന്നെ ഡൈ ചെയ്യാനാണെങ്കിലും നമ്മളുടെ ചില പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിലാവലുണ്ട് അല്ലേ, ഇത് ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിലാവില്ല, ഇത് ഹെയറിൽ മാത്രമേ ആവുള്ളൂ. അതുപോലെ തന്നെ ഒട്ടും ഈച്ചിങ്ങും നമുക്ക് ഫീൽ ചെയ്യില്ല. അതായിപ്പോൾ എൻ്റെ മുടി നല്ല അടിപൊളിയായിട്ട് ഒരു സിൽക്കി ഫീലൊക്കെ തോന്നി. ഇപ്പോൾ ഞാൻ ചെയ്തിട്ട് ഒരാഴ്ചയിലും കഴിഞ്ഞു, എനിക്ക് ഒട്ടും ഹെയർ ഫോളും അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ ഇതാണിത് ഫേഷ്യൽ റൂമാണ്. അപ്പോൾ ഞാനത് അടുത്തത് ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. സോ ഐ ഫീൽ സോ ഗുഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം.